ഇതുപോലെ വി എസിനെ ഞങ്ങൾ ഇങ്ങനെ സേലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു കാലിങ്ങനെ വരുന്നു, ഒറ്റ തട്ടങ്ങ് തട്ടുന്നു ഞാൻ. അപ്പോൾ ആ കാല് വി എസിൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ വി എസ് തട്ടി കാലേ വീഴുകയും ഒരു 100 പേര് വി എസിൻ്റെ മുകളിൽ കൂടെ കയറി വി എസ് അവിടെ നിന്ന് ചാത്തി ആളെ തിരിച്ചറിഞ്ഞു. പിന്നീട് MLA ആയ ഒരു യുവാവ് പയ്യന്നൂരാണ്. ഇതിൻ്റെ പുറത്തും DD കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടു ഇങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ്. പക്ഷെ ഞാൻ തിരിഞ്ഞ് അവന്മാരെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവന്മാർ എന്നെ അന്നേരം തീർത്താനും ഉന്തിലും തള്ളിലും ചത്തുപോയെന്ന് പറഞ്ഞേനെ. ഞാനെന്ത് ചെയ്തു, വി എസിനെ കാറി കയറ്റി ആ ഹോട്ടലിൻ്റെ വാതിൽ വരെ ഇവർ വന്നു. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനിടയിൽ അതിനെ തടയിടാൻ വേണ്ടി ഇത്ര വലിയ ഗൂഢനീക്കങ്ങൾ നടന്നു എന്ന് പറയുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ഞാനതിൻ്റെ തുടർച്ചയും കൂടെ ഞാൻ പറയാം. ഇതിപ്പോൾ അനിൽ ചോദിക്കുമ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഓരോ താങ്കളോട് ചോദിച്ച് പറയാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ അതിശയം തോന്നുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള പോളിറ്റ് ബ്യൂറോയ്ക്ക് VS ഡൽഹിയിലേക്ക് പോവുക. ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഫോൺ വന്നു. ഫോൺ എടുത്തു. ഹലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ഹലോ സാറേ, അത് നമ്മൾ വിചാരിക്കുന്ന നടക്കില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, എന്നെ വിശ്വസിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി. നിങ്ങൾ AK സെൻ്റർ മുമ്പിൽ കൂടെ സമരം നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ്റെ കോലം കത്തിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ജനങ്ങളെ ഇളകിയാൽ മാത്രമേ VS മുഖ്യമന്ത്രിയാൻ പറ്റുള്ളൂ. ഈ പട്ടക്കം പൊട്ടുന്നത് പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള VS കണ്ണേ കരളെ മുത്തേ എന്നും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിയും VSന്റെ കട്ടൗട്ട് വെച്ചുകൊണ്ടുള്ള സാധനവും AK മുമ്പിലുള്ള പ്രകടനം ആലോചിക്കും. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. അന്ന് VSന് പാർട്ടി സീറ്റ് നിഷേധിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ നാട്ടിലാകെ നടന്ന പ്രകടനങ്ങൾ, AKG സെന്ററിലേക്ക് നടന്ന പ്രകടനങ്ങൾക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന്, അതിൽ താങ്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നെല്ലാം ലോകത്തോട് തുറന്നു പറയുകയാണ് ഇപ്പോൾ. പിണറായി വിജയൻ സാഹിബിന്റെ കോലം കത്തിക്കാൻ കന്റോൺമെന്റ് ഹൗസിലിരുന്ന് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തന്നു പറഞ്ഞാൽ പോയില്ലേ? ഇത് പറഞ്ഞപ്പോൾ ഒരു 10 ചീത്ത എന്നെ വിളിച്ചു, പച്ചത്തെറി വിളിച്ചിട്ട് ഫോണങ്ങ് വെച്ചു. എടോ, ഞാൻ കൈപൊക്കി കാണിച്ചിരുന്നുവെങ്കിൽ ഞാനത് എൻഡോഴ്സ് ചെയ്യുന്നെന്ന് വരില്ലേ? അപ്പം ഞാനാണ് ഇത്രയും പേരെ അവിടെ കൊണ്ടുവന്നെന്ന് വരില്ലേ? എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. പിന്നെ വേറെ കാരണം വേണം. എന്താണിത് ചോദിച്ചു. എൻ്റെ ഫോണിന് തെറ്റിപ്പോയി. ഞാൻ വിളിച്ച 15 ഫോണിൻ്റെ ഡീറ്റെയിൽസ് പിണറായി വിജയൻ ഒപ്പിട്ട കത്തിൽ എനിക്ക് തരിക, എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചതുൾപ്പെടെ. പക്ഷേ ഞാൻ ഈ പിണറായി എന്ന് പറഞ്ഞത് ഇയാളോട് ഞാൻ പറയുന്നു, അന്ന് വാർത്ത ചോർത്തിയതാണ്. VSന് വേണ്ടിയായിരുന്നു, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നുകൂടി പറയണം ഇതിന്. അതിനേക്കാൾ അപ്പുറത്ത്, അത് ഒരുപക്ഷെ ഞാൻ ഇപ്പോഴായിരിക്കും വെളിപ്പെടുന്നത്, അതിനേക്കാൾ അപ്പുറത്ത് വാർത്ത ചോർത്തല മലപ്പുറം സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട്. മറ്റാളുകൾ നേതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോൾ വേറൊന്നും തോന്നരുത്. ഈ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഈ വാർത്ത ചോർത്തലിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ആളാണ് N. മാധവൻകുട്ടി. അതൊന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇവിടുത്തെ N. മാധവൻകുട്ടിക്കാണ് ഇവർ ചോർത്തി കൊടുക്കുന്നത്. അത് N. മാധവൻകുട്ടി അന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരിലാണ് വാർത്ത ചെയ്യിപ്പിച്ചിരുന്നത്. അവരൊന്ന് വലിയ ആളാണ്. അവർ ഒരു കോർ ടീമിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൽ ഓരോരുത്തരെ കുറിച്ചും എനിക്കിവിടെ പറയണം. ആ 5 വർഷക്കാലവും VS ആർക്കെങ്കിലും വിധേയനായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമെന്ന് ഞാൻ പറയില്ല, എൻ്റെ ഈ സംഘത്തിനെന്ന് ഞാൻ പറയും. ഇതാണോ സിൻഡിക്കേറ്റ്? VS അച്യുതാനന്ദനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെപ്പോലുള്ള ജേർണലിസ്റ്റുകൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു കരിയറാണ് അദ്ദേഹത്തിന്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു, ഞാനൊക്കെ എൻ്റെ തലമുറയിലുള്ള ആളുകൾ ജേർണലിസം പഠിക്കുന്ന കാലത്ത് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ഒരു വലിയ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ ഒരു മൂരാച്ചി സ്വഭാവം, ഒന്നിനും വഴങ്ങാത്ത, അതുപോലെ വെട്ടിനിരത്തല് പോലെ വളരെ ജനവിരുദ്ധ സമരങ്ങളെ നയിച്ച് പാർട്ടിക്കുള്ളിലാണെങ്കിലും വലിയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട് സ്റ്റാലിനിസ്റ്റ് സ്വഭാവം, നിലപാടുകൾ, ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു പ്രതിച്ഛായൽ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഘട്ടം കഴിഞ്ഞ് ഞാൻ ജേർണലിസ്റ്റായി ജോലി തുടങ്ങുന്ന കാലത്തുമ്പോഴേക്കും VS അച്യുതാനന്ദൻ ഒരു ജനകീയതയുടെ മറ്റൊരു പേരായി മാറിക്കഴിഞ്ഞു. അത്ര ജനകീയനായ രാഷ്ട്രീയ നേതാവ് അന്നുമില്ല. ഇപ്പോൾ പോലും നമ്മൾ ഈ കാണുന്നത് ആ ജനകീയതയുടെ പ്രതിഫലനമാണ് കാണുന്നത്. ഇത്ര വലിയൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായത് എങ്ങനെയെന്ന്, ആ ട്രാൻസ്ഫോർമേഷൻ അടുത്ത് നിന്ന് കണ്ട ഒരാൾ, താങ്കൾക്കല്ലാതെ വേറെ ആർക്കും അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പലരും രംഗത്ത് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് കേൾക്കേണ്ട താങ്കളുടെ വായിൽ നിന്നാണത്. പ്രാഥമികമായി പറയുകയാണെങ്കിൽ ഞാനിൽ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയേറെ ധാർഷ്ട്യക്കാരനെന്നും സ്റ്റാലിനിസ്റ്റെന്നും ജനാധിപത്യ വിരുദ്ധനെന്നും വെട്ടുതരത്തിലുകാരനെന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള വേറൊരു നേതാവ് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ നേതാവിനെ ഇന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പോയി വർഷങ്ങൾക്ക് ശേഷവും ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ട് പോലും പതിറ്റാണ്ടുകളോളം ആ നേതാവിനെ കുറിച്ച് എന്താണോ കേട്ടിരുന്നത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായി
ഒരു ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഉദാഹരണമായി ഇപ്പോൾ ആളുകൾ കാണുന്ന ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് തരത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് 75-80 വയസ്സ് വരെ കണ്ട VS-നെ ഇന്നാരും ഓർക്കുന്നു പോലുമില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം എനിക്കൊന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ആ ട്രാൻസ്ഫോർമേഷനിൽ ഒരു പങ്ക് വഹിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് എന്നെപ്പോലൊരു പൊതുപ്രവർത്തകൻ്റെയും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് ഞാൻ പറയട്ടെ. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ VS-ന് 80 വയസ്സ് 79 വയസ്സ് കഴിഞ്ഞ് 80-ലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ VS-നോടൊപ്പം ചെയ്തത്. ആ ചേരുന്ന സമയത്ത് VS ഈ ബാഗേജ്, അതായത് 2001-ൽ. അപ്പം ആ സമയത്ത് VS ഈ ബാഗേജുകളെല്ലാം ചുമന്നുകൊണ്ട് ഈ അനിൽ പറഞ്ഞത് മുഴുവൻ തലച്ചുമടലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും പോപ്പുലറായ മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ ദിവസവും VS-ന്റെ ഇത്തരം ജനവിരുദ്ധ നടപടികളുടെ ചിത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പുറത്തു വന്നിട്ടിരുന്നത്. അതായത് VS തലമുടി വെട്ടുന്നത് പോലും സ്റ്റാലിൻ്റെ തലമുടി വെട്ടൽ അനുകരിച്ചിട്ടാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വെട്ടിനിരത്തിലൊക്കെ ഓർമ്മയുണ്ടല്ലോ, മറ്റേ കൊടി കൊണ്ട് കുത്തുന്നു സാധനങ്ങളൊക്കെ. പാവപ്പെട്ട കർഷകരുടെ വാഴകളെല്ലാം വെട്ടിനിർത്തി എത്ര ക്രൂരമായ കൊടിയ പാതകമാണ് അദ്ദേഹം ചെയ്തതെന്നൊക്കെയുള്ള തരത്തിലാണ് അന്നത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന് പിന്നിലെ യുക്തിയും നിലപാടുകളൊക്കെ വേറെ, അത് വേറെ നമ്മൾ അതിലെത്തിക്കല്ലോ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ദിശാസന്ധിയിൽ VS നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെന്ന് VS-ന് മുന്നിൽ പെടുന്നത്. എങ്ങനെ ചെല്ലുന്നു? ഇവിടെ ഈ 96-2001 കാലഘട്ടത്തിൽ ഞാൻ അന്ന് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ IS ഗുലാട്ടി, അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പബ്ലിക് ഫിനാൻസ് എക്സ്പെർട്ട്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പാർട്ടിയിലുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് AKG സെൻറ്ററിൽ ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലൊരു AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞൊരു കടവുണ്ട്, അതിലായിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേരിട്ട് അല്ലല്ല, AK സെൻട്രൽ ബ്രാഞ്ച് തന്നെ, പക്ഷേ ആ ഘടകം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഡയറക്റ്റ് കൺട്രോളുള്ള ഒരു ഘടകമാണ്. അപ്പം ഞാൻ അങ്ങനെ പാർട്ടിക്കാരൻ എന്നുള്ള നിലയിലാണ് ഞാൻ VS-ന്റെ കൂടെ ചേരുന്നത്. അതിനു മുമ്പ് ഞാൻ സീഡിറ്റ് എന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്യുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ഗുലാത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം അവിടെ ചെന്ന് ഞാൻ ഗുലാട്ടിയുടെ അടുത്ത് എത്തുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുലാട്ടി VS അച്യുതാനന്ദൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പം ഞാൻ എത്തുന്ന സമയത്ത് VS LDF കൺവീനറാണ് ആ കാലഘട്ടത്തിൽ, 96-2000. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗുലാട്ടി സാറ് ഇടയ്ക്ക് പറയും, ഷാജാൻ വൈ ഡോണ്ട് വി റൈറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ VS എന്ന് ചോദിക്കും. അങ്ങനെ VS-ന് വേണ്ടിയിട്ട് പ്രസ്താവനകൾ അവിടെ നിന്ന് എഴുതാൻ തുടങ്ങി, ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. VS അന്ന് ഉദാരശിരോമണി റോഡിലാണ്. നേരിട്ട് ബന്ധപ്പെട്ട അല്ല, എഴുതി തുടങ്ങി. അപ്പം ഗുലാത്തി എടുത്തിരുന്ന് ഇംഗ്ലീഷിൽ എഴുതും. ഗുലാത്തിക്ക് മലയാളം അറിയില്ലല്ലോ, ഇംഗ്ലീഷിൽ എഴുതും. അത് ഞാൻ തർജ്ജമ ചെയ്യും. ഞാനതുകൊണ്ട് നേരെ VS-ൻ്റെ വീട്ടിൽ പോകും, VS-നെ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ VS-ഉമായിട്ടുള്ളൊരു ബന്ധം അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2001-ൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ VS മത്സരിക്കുന്നു. VS-ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോൾ അന്ന് ഈ കേരളകൗമുദിയിൽ ഒരു സീനിയർ റിപ്പോർട്ടുണ്ട്, BC ജോജോ. BC ജോജോ ആണ് VS-ൻ്റെ അന്നത്തെ ഏറ്റവും അടുത്ത്. ജോജോ എൻ്റെ ദിവസം രാത്രി വന്നിട്ട് പറഞ്ഞു, പാമൂലിൽ ഗ്രാഫൈറ്റൊക്കെ കാര്യത്തിൽ VS-ൻ്റെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ദിവസം ജോജോ വന്നിട്ട് പറഞ്ഞു, ഷാജാൻ ഇങ്ങനെ VS-ൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാറിൽ VS പോകണം, അപ്പോൾ ഷാജാൻ കൂടെ VS-ൻ്റെ കൂടെ കാറിലുണ്ടാവണം. ആ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം വെച്ചാൽ VS-ൻ്റെ പ്രസംഗം കാര്യങ്ങൾ. അപ്പം ഞാനതിനകത്ത് കൂടിയിട്ട് VS അന്ന് 30 ദിവസം തുടർച്ചയായി ദേശാമാനിക്ക് കോളം എഴുതും. അത് VS-ആയിട്ട് ഡിസ്കസ് ചെയ്യും. VS ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുതും. എഴുന്നേറ്റ് കഴിയുമ്പോൾ VS-നെ കാണിക്കും, കറക്റ്റ് ചെയ്യും, ഫാക്സ് ചെയ്യും. അപ്പോൾ ഇത് 80 വയസ്സിലാണിത്. 80 വയസ്സിൽ. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ VS-നോടും കൂടി തെരഞ്ഞെടുപ്പിൽ VS മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചു. അന്ന് മത്സരിക്കുമ്പോൾ VS-ന് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് പോലും നടത്തിയിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ് നടത്തി പോകുന്നതിനിടയിൽ സ്വാഭാവികമായും അനൗൺസ്മെൻറ്റ് നടത്തുന്ന സ്ഥാനാർത്ഥി ആരാണോ സ്ഥാനാർത്ഥി ഭയങ്കരമായിട്ട് പുകഴ്ത്തുമല്ലോ. അപ്പോൾ VS-നെ അങ്ങ് ഭയങ്കരമായിട്ട് പുകഴ്ത്തി. അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ, മറ്റേ വയലാർ പുന്നപ്പുറം, മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സൂപ്പർലേറ്റീവ്സ് മുഴുവൻ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ VS പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വണ്ടി നിർത്താൻ പറഞ്ഞു. ഷാജാനെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇത്തരത്തിലുള്ള പുകഴ്ത്തുകളൊന്നും ഈ ലെവലിലുള്ള പുകഴ്ത്തുകളൊന്നും വേണ്ട, സാമാന്യം ഒരു രീതിയിൽ മതി, ഇപ്പോഴത്തെ പോലെ അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട, അങ്ങനെയാണോ എന്നുള്ളൊരു അർത്ഥത്തിൽ. എന്തായാലും അതിനുശേഷം 2001-ൽ VS ജയിച്ചു, മുന്നണി തോറ്റു. VS പ്രതിപക്ഷ നേതാവാകും എന്നുറപ്പായി. അങ്ങനെ VS-നെ കാണാനായിട്ട് ഇവിടെ ചെന്നു, AK സെൻറ്ററിൽ ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഷാജാൻ ഈ സീഡിറ്റിലേക്ക് പോകല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് ആ തരത്തിലുള്ളൊരു ബന്ധം അന്നേ തന്നെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് VS-ൻ്റെ കൂടെ സ്റ്റാഫിൽ എനിക്ക് വർക്ക് ചെയ്തത്. ശരി, ഞാൻ നോക്കട്ടെ. സ്റ്റാഫിൽ
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു 10-25 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിലെല്ലാം ഇരിക്കുന്ന ഒരേ ആളുകളാണ്. നേതാവ് പ്രതിപക്ഷ നേതാവ് മാറി വരുമെങ്കിലും അവരങ്ങ് മാറ്റമില്ലാതിരിക്കും. അതിൻ്റെ ഇടയിലോട്ടാണ് ഒരു ലാറ്ററൽ എൻട്രി ആയിട്ട് ഞാൻ ചെല്ലുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഓർഡർ വന്ന എൻ്റെ പിറ്റേ ദിവസം തന്നെ VS എന്നെ കൺട്രോൾ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ VS എന്നോട് പറയുകയാണ്, ഷാജാൻ, നമുക്ക് ഇതുവരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ പോലെ പോരാ. നമുക്ക് കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഇരുന്ന് പ്രസ്താവന ഇറക്കിയാൽ പോരാ, കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഇരുന്ന് പത്രസമ്മേളനം നടത്തിയാലും പോരാ. നമുക്ക് ഇരകൾ എവിടെയുണ്ടോ അവരുടെ അടുത്ത് ചെല്ലണം, അവരുടെ ഒപ്പം നിന്ന് നമുക്ക് സമരം ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട വിഷനാണ്. അതായിരുന്നു ഒരു വാട്ടർ ഷെഡ്. ആ വിഷൻ പിന്നീട് അദ്ദേഹമാണ് മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിൽ നേതൃത്വപരമായൊരു പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ മുതലാണ് ഈ ഇരകളുടെ സ്ത്രീപീഡന കേസ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ പോലുള്ളതിലേക്കെല്ലാം VS കടന്നു ചെല്ലുന്നു. മതികെട്ടാൻ പോലെയൊക്കെയുള്ള പരിസ്ഥിതി വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു. അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അവിടെ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ മതികെട്ടാൻ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ മാതിരി ഒന്നും ഇറങ്ങി നടക്കുകയായിരുന്നു, ഫീൽഡിലായിരുന്നു. അപ്പം ഇത് പറയുന്ന VSന് അന്ന് 80 വയസ്സാണ് നമ്മൾ ഓർക്കണം. അപ്പം അതിനുശേഷം വന്ന എൻഡോസൾഫാൻ മുതൽ മതികെട്ടാൻ, പൂയംകുട്ടി, ജീരകപ്പാറ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇപ്പം അതിൽ ഞാനതിൻ്റെ അനുഭവം പറയാം. അപ്പം എൻഡോസൾഫാൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് ദേശാമനിൽ വാർത്ത വരുന്നു. അന്നൊരു തോമസ് വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഒരാളുണ്ടായിരുന്നു, CPക്കാരൻ. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാധാരണ ഇങ്ങനെ എൻഡോസൾഫാൻ ഭയങ്കര പ്രശ്നമാണ്, അപ്പോൾ നമുക്ക് VSനെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. പുള്ളി വരുന്നു. ഞാനും തോമസ് വർഗീസിനും കൂടെ ചെല്ലുന്നു. VSനോട് ഞാൻ പറയുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു, നമുക്ക് പോകണം, സാധാരണ എൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നു. VS അവിടെ പോയി ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ഈ കുട്ടികളെല്ലാം കാണുന്നു. ഈ ഇത്രയും പേര് ഹൃദയഭേദകം. ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് VSൻ്റെ മുന്നിൽ ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ചോദിക്കുമ്പം അതിൻ്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അതിന് 22 വയസ്സാണ്. അത് മുഴുവൻ നടന്ന് കണ്ട് മനസ്സിലാക്കുന്നു. അതൊരു ആൽബത്തിലാക്കുന്നു. ആ ആൽബവും കൊണ്ട് കൊടുങ്കാറ്റ് പോലെയാണ് VS നിയമസഭയിലേക്ക് ചെല്ലുന്നത്. കൃഷിമന്ത്രി ഗൗരിയമ്മയാണ്. അന്നാണ് ഗൗരിയമ്മയെ നിങ്ങളൊരു ദുർഗയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗം നടത്തുന്നത്. അന്ന് ഗോപികൃഷ്ണൻ്റെ ഒരു കാർട്ടൂണെന്ന് വെച്ചാൽ ഹെലികോപ്റ്ററിൽ ഗൗരിയമ്മ ഇരിക്കുന്നു, VS താഴെ നിൽക്കുന്നു. VSൻ്റെ ഈ മസിലുണ്ടല്ലോ ഇതിങ്ങനെ വളരുന്നു. അതാണ് കാർട്ടൂൺ, മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ അവിടുന്ന് പിന്നെ പൂയംകുട്ടി, പിന്നെ മതികെട്ടാൻ, മനസ്സിലായി. അപ്പോൾ ഇരകൾക്കൊപ്പം നിന്ന് സമരം ചെയ്യണം എന്നുള്ള VSൻ്റെ ആ വർത്തമാനത്തിൽ നിന്നാണ് തുടക്കം. പിന്നെ അതെങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതിലൂടെയൊക്കെയാണ് VS ട്രാൻസ്ഫോംഡ് ആകുന്നത്. അതാണ് അതിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കിയതിൽ എനിക്കൊരു നിർണായകമായ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാനന്ന് എടുത്തൊരു നയപരമായ തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ VSൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നാണ് ഞാനിന്നും വിശ്വസിക്കുന്നത്. അതെന്താണ്? ഞാൻ ഒറ്റയ്ക്ക് VSനെ കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല. കാരണം എനിക്കന്ന് VSനുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത്യഭൂതപൂർവ്വമായിട്ടുള്ള ഒരു സ്വാധീനമായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു അങ്ങനെ വേണ്ട എന്ന്. ഞാൻ തീരുമാനിച്ചിട്ട് ഒരു കോർ ടീമിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൽ ഓരോരുത്തരെക്കുറിച്ചും എനിക്കിവിടെ പറയണം. കാരണം അത് അടയാളപ്പെടുത്തണം. അതിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് G ശക്തിധരൻ. G ശക്തിധരൻ ഒരു കാലത്ത് VSന് ഭയങ്കര എതിരായിരുന്നു. VS ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നെ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പം തടിയൊക്കെ വളർത്തിയ ഒരാളെ വിളിച്ചിട്ടുണ്ട്. ഇതാരാന്നറിയാമോ എന്ന് ചോദിച്ചു. അതാണ് G ശക്തിധരൻ. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് G ശക്തിധരനെ കാണുകയാണ്. അപ്പോൾ അതിനു മുമ്പ് G ശക്തിധരന് VSന് ഭയങ്കര എതിരായിരുന്നു. എൻ്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞു നമുക്ക് ശക്തിധരനായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ CPM-കാരനാണല്ലോ. അപ്പോൾ അന്ന് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമാൻഡറാണ്. VS അച്യുതാനന്ദൻ ഒരു ഓർഡർ നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ ശക്തിധരനായിട്ട് സഹകരിക്കുക. പൊളിറ്റിക്സ് കംപ്ലീറ്റ് ശക്തിധരനുമായിട്ടാണ് സംസാരം. പൊളിറ്റിക്സിൽ VS എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ശക്തിധരനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ VS അന്ന് ദേശാമാനിയുടെ ചീഫ് എഡിറ്ററാണ്. അപ്പം ശക്തിധരൻ്റെ ഐഡിയയാണ് ദേശാമാനിൽ VS ഒരു കോളം തുടങ്ങണം. അതിനുള്ള പേരും ശക്തിധരൻ തന്നെയാണ് പറഞ്ഞത്. അതാണ് നേരിനൊപ്പം. എന്നിട്ട് ഓരോ ലക്കവും പൊളിറ്റിക്സാണ് എഴുതുന്നെങ്കിൽ അത് ശക്തിധരനായിട്ട് സംസാരിച്ചിട്ട് എഴുതും. അപ്പോൾ പൊളിറ്റിക്സിന് ശക്തിധരനെ കണ്ടു, അവിടെ വെച്ചു. പിന്നുള്ളത് ധനകാര്യത്തിന് ഞാൻ CDC പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്ന KN ഹരിലാൽ, നമ്മുടെ ബാലഗോപാലിൻ്റെ ചേട്ടൻ ഹരിലാലിനെ സാമ്പത്തികത്തിന് എടുത്തു. ഓരോ മേഖലയിലുള്ള എക്സ്പെർട്സിനെ തന്നെ കൊണ്ടുവന്നു. പിന്നെ പരിസ്ഥിതിയിൽ 2 പേരെ എടുത്തു. ഒന്ന് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി പ്രവർത്തകൻ, യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസർ. അയാളൊരു വർഷത്തിലൊരു 4 മാസം കാട്ടിലായിരിക്കും. അയാളെടുത്തു. പിന്നെയുള്ള അടുത്ത സുഹൃത്ത് P വേണുഗോപാൽ,
ജേർണലിസ്റ്റും ഹിന്ദുവിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും അത്രയും പേര് എടുത്തു. പിന്നുള്ള 2 പേരുടെ കണ്ടുപിടുത്തം വളരെ ഈ ഇൻഅഡ്വർട്ടൻ്റ് ആയിരുന്നു. അതൊന്ന് പറയണം. അതിലൊന്നെന്ന് പറയുന്നത് VS IT രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ഒരു ദിവസം ദുബായ് സ്മാർട്ട് സിറ്റി എല്ലാം ഒരു ദിവസം രാത്രി ദേശാമാനിലെ റിപ്പോർട്ടർ ജെയിനുണ്ട്. VSൻ്റെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. രാവിലെ 7 മണിക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞു, സാധാരണ ഞാൻ 2 പിള്ളേരെ ഇവിടെ കൊണ്ടുവരാം. എന്താ ചെയ്യുന്നത് പറഞ്ഞു. അവർ ഡാഫോഡിൽസ് നിന്നും കണ്ടു പറഞ്ഞിട്ട് ഒരു IT കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തിട്ട് അവരെന്തോ സസ്പെൻഡ് ചെയ്ത് പിരിച്ചു വിടുകയും ചെയ്തു. അവർക്ക് എത്രയോ ലക്ഷം രൂപ വെച്ച് അവിടെ നിന്ന് കിട്ടാൻ. അപ്പോൾ ഞാൻ ജെയിനോട് പറഞ്ഞു, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു വിഷയത്തിലും BS വിട്ടു. അല്ല, അത് ഒന്ന് ചെയ്യണം, അത് കൊണ്ടുവരണം. അതിൽ ജോസഫ് C. മാത്യു എന്ന് പറഞ്ഞ ആളുണ്ട്. IT മേഖലയെക്കുറിച്ചിട്ട് നല്ല വിവരമുള്ള ആളാണ് എന്ന് പറഞ്ഞ ആൾ വന്നു. അയാളുടെ കൂടെ ഒന്ന് ദിനേശ് എന്ന് പറഞ്ഞ് വേറൊരു പയ്യനും, ഇവരെ 2 പേരെയാണ് പിരിച്ചുവിട്ട് വന്നു. അപ്പോൾ അന്ന് ജോസഫ് C. മാത്യു ഒരൊറ്റ കൊണ്ടൊക്കെ കൊടുത്ത് ഒരു മാരുതി കാർ അവിടെ മസ്കറ്റ് റോഡിൽ അവിടെ ഇട്ടിട്ടാണ് നടന്നത്. അങ്ങനെ VSൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ സംവിധാന സ്ഥിതി കാര്യങ്ങൾ ഇപ്പം IT മേഖലയെക്കുറിച്ചിട്ട് നല്ല പാണ്ഡിത്യമുള്ള ആളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇരുന്ന് VSൻ്റെ അടുത്ത് നിന്ന് ജോസഫ് C. മാത്യു ഭയങ്കര വാചാലമാകുന്നു. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ IT മേഖലയിൽ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടെന്നും VS ടെക്നോ പാർക്കിൽ കമ്പനികൾ സന്ദർശിക്കണമെന്നും അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ IT അഡ്വൈസറായ ജോസഫ് C. അതിൻ്റെ ഇടയിൽ പിന്നീട് IT മേഖലയുമായിട്ട് എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ജോസഫിനെ വിളിച്ചങ്ങ് കൊടുത്തിട്ട് ഞാൻ അപ്പോൾ ഇടയ്ക്ക് വെച്ച് ജോസഫിനോട് ഷാജാൻ അവിടുന്ന് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇറങ്ങിപ്പോലെ എന്ന് പറയും, ഇറങ്ങിപ്പോവും. അവസാനം സ്മാർട്ട് സിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ച ഉമ്മൻചാണ്ടി വിളിച്ചപ്പം VS പോയപ്പോൾ ഞാൻ പറഞ്ഞു, ജോസഫ് C. മാത്യുവിനെയും കൂടി നമുക്കതിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പിന്നെ ജോസഫ് അങ്ങ് വളർന്നു. പിന്നെ ജോസഫ് C. മാത്യു പിന്നെ VSൻ്റെ IT അഡ്വൈസറായി മാറി. അതെ, ഇപ്പോഴും VSൻ്റെ ഏറ്റവും അടുത്ത ആളായി ഈ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരാളായി അങ്ങനെയാണ് ജോസഫ് C. മാത്യു വന്നത്. IT വിഷയങ്ങളിൽ ഒരുപാട് ഇടപെടൽ VS നടത്തിയിട്ടുണ്ട്. അത് ഈ റിലയൻസിന്റെ ഡേറ്റ എല്ലാം അതിനകത്തെല്ലാം IT വരുമ്പോൾ ഞാൻ അങ്ങ് പിന്മാറും, ഇയാളങ്ങ് കയറും. പിന്നീട് ബാക്കിയുള്ളത് അത് അപ്പം സാമ്പത്തികമായി അല്ല ആയില്ല, കഴിഞ്ഞില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയണം. സാമ്പത്തികമായി, പൊളിറ്റിക്സായി, IT ആയി, പരിസ്ഥിതിയായി. ഇത് മുഖ്യമന്ത്രിക്കല്ല, പ്രതിപക്ഷ നേതാവിനാണെന്ന് ഓർക്കണം. പിന്നുള്ളൊരു നിർണായകമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു ഓൺലൈൻ ലോട്ടറി. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഈ പത്രങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓൺലൈൻ ലോട്ടറിയുടെ കൊള്ള സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരം പത്രത്തിൽ വാർത്തകൾ വരുന്നു. അവിടെ ഇത് എവിടെ നിന്നാണ് ഇത് ഇത്രയും വാർത്തകൾ വരുന്നത്? ഞാനന്ന് ഈ സോമനാഥനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, സോമനാഥ് ഇത് എന്താണ്, ഇത് ഇവിടെ ആരാണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജാനെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു IAS ഉദ്യോഗസ്ഥനുണ്ട്, അയാളാണ് ഇത് മുഴുവൻ പുറത്തുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, IAS അയ്യോ അയാൾ ഭയങ്കര ഡെയർ ഡെവിലിഷ് സാധനമാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അയാൾ കൊള്ളാം, അയാളെ പൊക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് ഇയാളുടെ നമ്പർ എടുത്തു, വിളിച്ചു. അപ്പോൾ അയാൾ എന്തോ ലോട്ടറി ഡയറക്ടറോ മറ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം, ഷാജാനെ ഒരു 6 മണിയാകുമ്പോൾ വികാസ് ഭവനിൽ വരാൻ പറഞ്ഞു. ഞാൻ വികാസ് ഭവനിൽ ഇയാളുടെ മുറിയിൽ ചെന്ന് മുറി തുറക്കുമ്പോഴത്തേക്ക് മുറിയിൽ നിറച്ച് പുകയാണ്, സിഗരറ്റിൻ്റെ പുക. ഒരു കാലും കയറ്റി ഒരാളിങ്ങനെ ഇരിക്കുക, പുറകിൽ നിന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അയാളെ ഞാൻ ഇങ്ങോട്ട് പൊക്കിയും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. അയാൾ പിന്നീട് VSൻ്റെ ഈ ഓൺലൈൻ ലോട്ടറിയുടെ അഡ്വൈസറായി മാറി. ഓൺലൈൻ ലോട്ടറി വിഷയത്തിൽ VS നടത്തിയ ഒരു പോരാട്ടം രാജ്യത്തിനാകെ മാതൃകയാവുന്നു. ഇങ്ങനെ മറ്റൊന്നും വേറെ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ബുദ്ധി ഇയാളാണ്. ഒരു ദിവസം ഞാൻ VSൻ്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നൊരു സംഭവമുണ്ട്. അതായത് ശക്തികുളങ്ങരയിൽ ഒരു ഭാര്യയും ഭർത്താവും മത്സ്യത്തൊഴിലാളികളോ ചുമട്ടുതൊഴിലാളികളോ മറ്റാണ്, 2 പേരും ആത്മഹത്യ ചെയ്തു. അവരുടെ കട്ടിലടിയിൽ നോക്കുമ്പോൾ 1.5 ലക്ഷത്തോളം രൂപയുടെ ഓൺലൈൻ ലോട്ടറി ടിക്കറ്റ്. ഇത് ഞാൻ VSൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരിക. അവിടെ നിന്നാണ് VS പിന്നെ ഓൺലൈൻ ലോട്ടറിയുടെ സമരം തുടങ്ങുന്നത്. ഇതാണ് ഗ്രൂപ്പ്. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ G. ശക്തിധരൻ, KN. ഹരിലാൽ, ജോസഫ് C. മാത്യു, E. കുഞ്ഞികൃഷ്ണൻ, പിന്നെ P. വേണുഗോപാൽ, സുരേഷ് കുമാർ. ഇതാണോ സിൻഡിക്കേറ്റ്? അതോ സിൻഡിക്കേറ്റ് വരാനിരിക്കുന്നത്? ഇതാണ് മാധ്യമ സിൻഡിക്കേറ്റ്, താങ്കൾ ഉണ്ടാക്കിയ മാധ്യമ. ഇതാണ് പിന്നീട് മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള സാധനത്തിലേക്ക് വന്നത്.